നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോൺഗ്രസിൽ ഒരു പേര് വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ. പുള്ളി കൊള്ളാം. ചാനൽ എന്തൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് അറിയുമോ? എതിരാളികളായ ആര് വന്നാലും ശരി, അവരെയൊക്കെ തല്ലി തകർത്തിട്ട് ഖബറിൽ ഒരു പിടി പച്ചവെണ്ണം വാരിയിട്ട് ഒരൊറ്റ പോക്കുണ്ട്. അങ്ങനെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കേട്ടാൽ തന്നെ ഒരുമാതിരിപ്പെട്ട ഇടത് ചർച്ചക്കാർക്കെല്ലാം ഇച്ചിരി പേടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചാനൽ റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരാളല്ല, പുറത്തേക്കിറങ്ങണം എന്ന് VD സതീശൻ വക ഒരു നിർദ്ദേശം വന്നു. തല പറഞ്ഞ പിന്നെ അതിൽ കിടന്ന് പുളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഇച്ചിരി പ്രവർത്തനം പുറത്തുമാകാം എന്ന് മാങ്കൂട്ടത്തിൽ വിചാരിച്ചത്. തന്നെയുമല്ല, കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൊണ്ട് ഭരിപ്പിച്ചേ അടങ്ങൂ എന്ന് കരുതി കളത്തിലിറങ്ങിയ കനകോലു മാമനും പറഞ്ഞതോടെ മാങ്കൂട്ടത്തിൽ മറ്റൊന്നും വിചാരിക്കാതെ കളത്തിലേക്ക് തന്നെ ഇറങ്ങി. സമരമുഖത്ത് വീറുകാട്ടി വരുണിൽ നിന്ന് തൊടുത്തുവിട്ട ജലപീരങ്കികൾക്ക് മുന്നിൽ വിരിമാറ് കാട്ടി പോലീസിനെ വെല്ലുവിളിച്ചു. അങ്ങനെ മാങ്കൂട്ടത്തിൽ ഹീറോയായി മാറി. ഹീറോ. അത് മാത്രമല്ല, പോലീസ് അട്രോസിറ്റീസ് കൂടിയപ്പോൾ പറഞ്ഞുറപ്പിച്ച സമയത്ത് തന്നെ സ്വന്തം കേരള സ്റ്റേറ്റ് കാറിൽ ഷാജി കൈലാസിന്റെ മാസ് പടത്തിൽ ഹീറോ എത്തുന്ന പോലെ സ്വന്തം ഇന്നോവ കാറിൽ സതീഷ് ഏട്ടനെ എത്തി. എന്നിട്ട് ഒരൊറ്റ പറച്ചിൽ, ആരാടാ എൻ്റെ സ്വന്തം പിള്ളേരെ തൊടുന്നത്? പിള്ളേരിൽ കുറച്ചുപേരെ സ്വന്തം കാറിൽ കയറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിട്ടിട്ട് കാൽനടയായി പോകാനും ഒരു ചങ്കുറപ്പ് വേണം. അതിൽ പിന്നെ മാങ്കൂട്ടത്തിൽ സതീഷ് ഏട്ടൻ്റെ സ്വന്തം രാഹുലായി മാറി. സ്വന്തം രാഹുൽ. അങ്ങനെ വന്നപ്പോഴാണ് യൂത്തന്മാരിലെ പ്രമുഖനെ തെരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ തലവരെയെത്തി. ഏത് തലയാണെന്ന് മനസ്സിലായില്ലേ? സാക്ഷാൽ തമിഴിലെ തല അജിത്ത്. അതെങ്ങനെയെന്ന് ചോദിക്കരുത്, സംഭവമുള്ളതാണ്. പോലീസ് വീട് വളഞ്ഞ് പൊക്കിക്കൊണ്ടുപോയ അന്ന് തന്നെ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചു, കിടക്കപ്പായിൽ നിന്ന് പിടിച്ചോണ്ടുപോയ എല്ലാവന്മാരെയും കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കുമെന്ന്. അതിനുള്ള എല്ലാ ഉടായ്പും അറിയാവുന്നത് കൊണ്ടും ഉടായ്പിൻ്റെ ഉസ്താദുമാർ ചുറ്റിലുമുള്ളത് കൊണ്ടും കാര്യമെല്ലാം നടക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ യൂത്തന്മാർക്ക് എന്തെങ്കിലും വേണമല്ലോ. ഷാഫിക്ക് പകരം പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വേറൊരു യൂത്തനല്ലാതെ മറ്റ് കിഴവന്മാരെ നിർത്താൻ പറ്റുമോ? അങ്ങനെയാണ് പാലക്കാട് കിട്ടിയത്. തോറ്റാലും ശരി ജയിച്ചാലും ശരി യാതൊരു നഷ്ടവുമില്ല തന്നെ. രാഷ്ട്രീയത്തിൽ തേപ്പ് കിട്ടി മാറിയിരിക്കുന്ന മുരളീധരന് രാഹുലിനോടത്ര പ്രിയമൊന്നും ഇല്ലെങ്കിലും BJP ആണല്ലോ തന്നെ 3ാം സ്ഥാനത്തേക്ക് ഒതുക്കി വിട്ടത്. അതിനുശേഷം എവിടെ BJP എന്ന് കേട്ടാലും മുരളിയേട്ടൻ്റെ ഉറക്കം നഷ്ടപ്പെടും. BJP തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. സ്വന്തം സഹോദരിയെ തന്നിൽ നിന്ന് അടർത്തിയെടുത്ത് ഗവർണർ വരെ ആക്കുന്നു. അതുകൊണ്ട് വല്ലാത്ത ഒരു പേടി മുരളീധരൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. BJP അത് പറക്കം തളിക എന്ന ചിത്രത്തിലെ എലിയായി മാറിയിട്ട് 1 മാസമാകാൻ പോകുന്നു. മുരളിയേട്ടൻ ഉറക്കത്തിൽ പോലും BJP ജയിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇല്ല, ജയിക്കില്ല. പാലക്കാട് ജയിക്കില്ല, ജയിക്കാൻ സമ്മതിക്കില്ല. തൃശ്ശൂരിലും വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസവും അത് തന്നെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് ഫ്ലാഷ് ബാക്ക് ഒന്ന് നോക്കാം. തൃശ്ശൂരിൽ താമര വിരിയുമെന്ന ആവേശത്തിലാണ് BJP പ്രവർത്തകർ. അതുപോലെ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ പാടും ഉറപ്പായി. അതുകൊണ്ട് അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും. കേരളത്തിലുണ്ടാവില്ല. സത്യത്തിൽ പിന്നാലെയുണ്ടത് ചരിത്രമായി മാറി. കുറച്ചു കാലം കൊണ്ട് തൃശ്ശൂരിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപി ഷിറ്റും കാണിച്ച് ജയിച്ചു പോയി. മുരളിയേട്ടനോ 3ാമത് എത്തി. വലിയ വോട്ടിന്റെ വ്യത്യാസമൊന്നുമില്ലെങ്കിലും മൂന്നാമൻ തന്നെയാണ്. ഇതോടെ മുരളിയേട്ടൻ തകർന്നുപോയി. സുഹൃത്തുക്കളെ, തകർന്നുപോയി. മത്സരിക്കാനുള്ള മൂഡ് മുരളിയേട്ടന് നഷ്ടമായി പോയി. ഒറ്റുകാർക്കൊപ്പം ഒറ്റയ്ക്ക് നിന്നതാണ് താൻ ചെയ്ത തെറ്റ് എന്ന് മുരളിയേട്ടന് തോന്നിപ്പോയി. അതുകൊണ്ട് ഇനിയൊരു മടക്കമില്ല എന്നായി. ആ TN പ്രതാപനെ ഏത് പാതിരാത്രി ഏത് വഴിക്ക് കിട്ടിയാലും തല്ലി പദം വരുത്താനുള്ള ദേഷ്യമുണ്ടെങ്കിലും തൽക്കാലം അതിനൊന്നും നമ്മുടെ മുരളിയേട്ടൻ നിൽക്കുന്നില്ല. ഞാൻ പറയുക, എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോവില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ളവരാണ്. അപ്പോൾ രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായെന്ന് ചോദിച്ചാൽ. വോട്ട് മറച്ചതല്ല, അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി. വോട്ട് മറയ്ക്കലല്ല. വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറയ്ക്കലെന്ന് പറയുന്നത്. ഇതല്ല, അവരുടെ നിലപാട് BJPക്ക് അനുകൂലമായിരുന്നു. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി. പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസ്സിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടി. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല.
അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം. മുരളീധരനെ പോലത്തെ ഒരാളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കണം. അങ്ങനെ വടകരയിൽ നിന്ന് ചാടി തൃശ്ശൂരെത്തി 3-ാം സ്ഥാനത്തെത്തി സമാധാനത്തോടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുമാറിയ മുരളിയേട്ടന്റെ മനസ്സിൽ വേറെ ചില പദ്ധതികളൊക്കെ ഉണ്ട്. എല്ലാം സമയമാകുമ്പോൾ എല്ലാവരും കണ്ടോളൂ. മുരളിയേട്ടന്റെ മനസ്സിലുള്ളത് ഇപ്പൊ പറഞ്ഞാൽ സമയമാകുമ്പോൾ ചില ബിരുദന്മാർ മൈക്കും പോക്കറ്റിലിട്ട് കട്ടപ്പയാകുമെന്ന് മുരളിയേട്ടന് നന്നായി അറിയാം. തൽക്കാലം മത്സരിക്കാൻ പോകുന്നവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഒപ്പമുണ്ടാകും എന്ന് മാത്രം. പാലക്കാട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും, ഉറപ്പല്ലേ? എതിരെ BJPയുടെ ആര് നിന്നാലും ശരി, വിജയം രാഹുലിന് മാത്രം. സംശയമുണ്ടോ? എങ്കിൽ വേണ്ടേ മുരളിയേട്ടനോട് തന്നെ ചോദിച്ചു നോക്കിയാൽ അറിയാമല്ലോ. അതായത് പാലക്കാടിനെ കുറിച്ച് ചില മിഥ്യാധാരണകൾ ചില മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. BJPക്ക് ചാൻസ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. പാലക്കാട് വിജയിക്കുന്നത് UDF ആണ്. കാരണം മറ്റൊന്നുമല്ല, BJPക്ക് പാലക്കാട് നഗരസഭയിൽ മാത്രമേ മുൻതൂക്കമുള്ളൂ. പിരാഗി പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും മത്സരം UDF LDF ആയിട്ടാണ്. പക്ഷേ നഗരസഭയിൽ കിട്ടുന്ന ചെറിയൊരു ലീഡാണ് BJPയെ 2-ാം സ്ഥാനത്ത് എത്തിക്കുന്നത്. തല കുത്തിയിരുന്നാലും BJP 1-ാം സ്ഥാനത്തേക്ക് വരില്ല. നിങ്ങൾ എഴുതി വെച്ചോ, റിസൾട്ട് വരുമ്പോൾ ഒരു കാരണവശാലും BJP ജയിക്കില്ല. ഇടതുപക്ഷം ഒന്നും കൂടെ മനസ്സ് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ 2-ാം സ്ഥാനത്ത് എത്താം. ഒരു കാരണവശാലും UDF പാലക്കാട് തോക്കില്ല, ഏത് സ്ഥാനാർത്ഥി വന്നാലും. എല്ലാവരും എഴുതി വെച്ചല്ലും തലകുത്തി നിന്നാലും പാലക്കാട് നിന്ന് BJP ജയിക്കില്ല, അതായത് 1-ാം സ്ഥാനത്ത് വരില്ല. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ചിരി വന്നാൽ അതെൻ്റെ തെറ്റല്ല. ഇതേപോലെ തന്നെയല്ലേ അങ്ങ് തൃശ്ശൂരിലും പറഞ്ഞത്? അന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ഇടതുപക്ഷ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് വന്നാൽ അതിനുത്തരവാദി പിണറായി വിജയൻ ആയിരിക്കുമെന്ന്. എന്നിട്ടോ ആരാണ് 3-ാം സ്ഥാനത്തേക്ക് വന്നത് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അതായത് 1-ാം സ്ഥാനത്ത് മുരളിയേട്ടൻ, 2-ാം സ്ഥാനത്ത് സുരേഷ് ഗോപി. അങ്ങനെയായിരിക്കും ഫലം എന്ന്. എന്നിട്ടോ തോറ്റപ്പോ ആരാണ് ഉത്തരവാദി? അത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് എന്നാണ് അതിൻ്റെ ഒരു ഇത്. എന്നിട്ട് കുറ്റം മുഴുവൻ ഇടതുപക്ഷത്തിന്. ഇനിയിപ്പോൾ ചില പൊടിക്കൈകൾ കൊണ്ടുവന്നാലേ രക്ഷയുള്ളൂ. നഗരസഭയിൽ മാത്രമാണ് ഇപ്പോൾ BJPക്ക് ഇച്ചിരി മേൽക്കൈയൊക്കെ ഉള്ളത്. ചില പഞ്ചായത്തുകളിൽ ഇപ്പോൾ UDFനാണ് മേൽക്കൈ എന്നൊക്കെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എൻ്റെ മുരളിയേട്ട. അതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, സമാധാനത്തോടെ ഇരുന്നോളൂ.